ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹെവൻസ് കിച്ചൻ. നമ്മളിത് ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ചോക്ലേറ്റ് പ്ലം കേക്കാണ്. ഫ്രൂട്ട്സും നട്ട്സും ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് പ്ലം കേക്ക്. ഒരുവിധം എല്ലാവർക്കും പ്ലം കേക്ക് ഇഷ്ടമല്ല. അതിന് ഇഷ്ടമില്ലാത്തവരെല്ലാവരും ഈ പ്ലം കേക്ക് ഒന്ന് ട്രൈ ചെയ്തേക്ക്. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ചോക്ലേറ്റ് പ്ലം കേക്ക് ഉണ്ടാക്കാം. ഞാനൊരു പാത്രം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 80 ml ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു 80 ml തന്നെ പച്ചവെള്ളവും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് നാരങ്ങ നീരാണ്. ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങ നീരും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ അളവിന് അനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഞാനിതിൽ tutti frutti, ഡേറ്റ്സ്, പിന്നെ ആപ്രിക്കോട്ട്, അതുപോലെ തന്നെ ക്രാൻബെറി, അതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കും ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ജ്യൂസ് ഒന്ന്, ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ആവുന്ന തരത്തിൽ ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓറഞ്ച് ജ്യൂസും വെള്ളം നാരങ്ങ നീര നമ്മൾ ഒഴിച്ച മിക്സ് ഇതാ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായി സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്കിനി പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്യാൻ കേക്ക് ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു 150 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. എല്ലാം നമുക്ക് അരിച്ചെടുക്കാൻ. അതുപോലെ തന്നെ ഒരു 35 ഗ്രാം കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5 ഗ്രാം ബേക്കിംഗ് പൗഡറും 2.5 ഗ്രാം ബേക്കിംഗ് സോഡയും ആണ് എടുത്തിരിക്കുന്നത്. നമുക്കെല്ലാം നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. നമുക്കിനി ഇതിലേക്കൊരു 2 ഗ്രാം സിനമൺ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ഗ്രാം ക്ലോവ് പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ഗ്രാം ജിഞ്ചർ പൗഡർ. നമുക്കിനി ഗ്രേറ്റഡ് നട്ട്മെഗ് ആണ് വേണ്ടത്. അത് ഇതേപോലെ തന്നെ ഒരു ഗ്രാം അല്ലെങ്കിൽ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂണോളം. അത് തന്നെ ഓറഞ്ച് സെസ്റ്റ്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിവിടെ ഡാർക്ക് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതൊരു 150 ഗ്രാം നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 110 ml വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ലൈറ്റായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. 2 മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കാം. ഈ 2 മുട്ടയും നല്ലോണം മിക്സ് ആയതിനു ശേഷം നമുക്ക് പിന്നീട് 2 മുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ചിട്ട് നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പൗഡറിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരു തുണ്ടം മാറ്റിക്കണേ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. ബദാമും കാഷ്യൂ മാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾനട്ട് എടുക്കാം. അതുപോലെ തന്നെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിപ്പോൾ ഒരു 20 ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കഴിക്കാൻ അല്ലെങ്കിൽ ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവർ കൂടുതലെടുക്കാം. ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കിതുകൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതൊരു പാനിലേക്ക് മാറ്റാം. ഇതൊന്ന് എയർ ബബിൾസ് ഇല്ലാണ്ട് എടുക്കാം. ഫ്രൂട്ട്സ് കുറച്ചുണ്ട്, അത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് 180 ഡിഗ്രിയിൽ ഒരു 1.5 hour നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ സമയം കുറച്ച് ശ്രദ്ധിക്കണം. ചില ഓവനിലെ ഹീറ്റ് ഡിഫറൻസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ 1 ഹവറിനുള്ളിൽ കേക്ക് ആയേക്കാം. ഇപ്പോൾ ഒരു 50 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും കേക്ക് ആയിട്ടുണ്ടോയെന്ന് ശ്രദ്ധിച്ച് നോക്കണം. എന്നിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ കേക്ക് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ജസ്റ്റ് ഡെക്കറേഷൻ ഇതിന് മുകളിൽ ഐസിങ് ഷുഗർ ഡസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തായാലും മസ്റ്റായിട്ടും കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കീപ് ഫോളോയിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു പുതിയ ഐറ്റമായിട്ട് വരാം. സ്മൈൽ, ടേക്ക് കെയർ, ബൈ ബൈ.